ഡിയർ ആസ്പിരൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിംഗ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ NIACL അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ബാങ്കിംഗ് ആസ്പിരൻസിന് ഇത് എഴുതാൻ പറ്റുമോ? ഞങ്ങൾ ഈ പഠിക്കുന്നതൊക്കെ തന്നെയാണോ? അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ NIACL? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇറ്റ്സ് എ ഇന്ത്യൻ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനി ഓൺഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദാറ്റ് മീൻസ് സ്കെയിൽ 1 ഓഫീസർ ആണ്. അത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഡയറക്റ്റ് എന്തായിരിക്കും, സ്കെയിൽ 1 ഓഫീസർ പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കയറുക. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത് ടോട്ടൽ വേക്കൻസി ആണ്. 170 ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 170 ആണ്. പക്ഷെ അത് അക്കൗണ്ട്സും ജനറലിസ്റ്റൂടെ കൂട്ടിയിട്ടാണ്. നമുക്കിവിടെ ജനറലിസ്റ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏത് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറലിസ്റ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും, അതായത് ഞങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുമോ, അപ്പൊ ആ ഒരു കൺഫ്യൂഷനേ വേണ്ട. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാം പാറ്റേൺ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് നോക്കും. ഇത് തന്നെയാണ് അതായത് നമ്മുടെ ബാങ്ക് എക്സാമിന്റെ പാറ്റേൺ തന്നെയാണ് ഈ NIACL അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിന്റെ പാറ്റേൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ ആയി കാണിച്ചേക്കുന്നത്. പ്രിലിമിനറി എക്സാമിന് നമ്മുടെ ബാങ്ക് എക്സാമിലെ പോലെ തന്നെ ഇംഗ്ലീഷും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ആണ്. ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ് സെക്ഷണൽ ടൈമിംഗ്, ക്വാണ്ടിനും റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ് സെക്ഷണൽ ടൈമിംഗ്. നമ്മുടെ IBPS PO, IBPS ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക്, RBI അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാ ബാങ്ക് എക്സാമിന്റെയും പ്രിലിംസിന്റെ പാറ്റേൺ സെയിം തന്നെയാണ് AOയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പഠിക്കുന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് ചോദിക്കുക. സോ സെയിം എക്സാം പാറ്റേൺ ആണ്. ഇനിയും നമുക്ക് എങ്ങനെയൊക്കെ അയക്കാൻ പറ്റും എന്ന് തൊട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുക എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് അയക്കാൻ പറ്റുന്നത് സെപ്റ്റംബർ 10 മുതൽ സെപ്റ്റംബർ 29 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഫേസ് 1, അതായത് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. അപ്പൊ ഫേസ് 1 എക്സാം, അതായത് നമ്മുടെ പ്രിലിമിനറി എക്സാം ടെൻഷേറ്റീവ് ഡേറ്റ് ആണ് ഈ തന്നേക്കുന്നത്, ഒക്ടോബർ 13. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അയ്യോ അന്നല്ലയോ IBPS ക്ലർക്കിന്റെ മെയിൻസ് എക്സാം. സോ എന്തെങ്കിലും ഒരു മാറ്റം മേ ബി വരാം. ഇവിടെ ടെൻഷേറ്റീവ് ഡേറ്റ് അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 2 എക്സാം മേ ബി നടക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫേസ് 2 എക്സാം എന്ന് പറയുന്നത് നവംബർ 17 അല്ലെ, നവംബർ 30 നമ്മൾ IBPS PO മെയിൻസ് ഉണ്ട്, അത് മറക്കണ്ട. അപ്പൊ നമ്മുടെ ഓൺലൈൻ മോഡാണ്. നമുക്ക് ഓൺലൈൻ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇവളുടെ സർവീസ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് അപ്പോയിന്റഡ് മേ ബി പോസ്റ്റഡ് ഓർ ട്രാൻസ്ഫർഡ് ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ. എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റിംഗ് കിട്ടാം. ആ പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം നോക്കിക്കേ, ദി മിനിമം സ്റ്റേ അറ്റ് ദി ഇനിഷ്യൽ പ്ലേസ് ഓഫ് ദി പോസ്റ്റിംഗ് വിൽ ബി 5 ഇയേഴ്സ്. അപ്പോൾ എവിടെയാണോ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ മിനിമം നമ്മൾ എത്ര കൊല്ലം, ഒരു 5 കൊല്ലം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ജോലി ചെയ്തിരിക്കണം. അതിപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എവിടെയാണ്, ഏത് ജോലിയാണെങ്കിലും നമുക്ക് 4 to അല്ലെങ്കിൽ 3 to 4 or 5 ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ജോലി ചെയ്യേണ്ടി വരും. ഇവിടെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര വർഷം നമ്മൾ അവിടെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയാണോ അവിടെ നമ്മൾ 5 കൊല്ലം എന്ത് ചെയ്യണം, ജോലി ചെയ്യണം. ഇനി നമ്മുടെ പ്രൊബേഷൻ പീരീഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ആദ്യം കയറുമ്പോഴേ നമുക്കറിയാലോ, നമ്മളിപ്പോൾ പ്രൊബേഷണറി ഓഫീസർ എന്നാ പറയാം, നമ്മുടെ പ്രൊബേഷൻ പീരീഡ് ആണ്. അപ്പൊ ഇവിടെ എത്ര നാളാണ് പ്രൊബേഷൻ പീരീഡ് എല്ലാം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, പ്രൊബേഷൻ പീരീഡ് ഫോർ 1 ഇയർ ഫ്രം ദി ഡേറ്റ് ഓഫ് ജോയിനിങ് ദി ഡ്യൂട്ടി. അപ്പൊ നമുക്ക് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1 വർഷമാണ് നമ്മുടെ പ്രൊബേഷൻ പീരീഡ്. ഇനി ആ പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു എക്സാം അവർ നടത്തുന്നുണ്ട്. ആരാ എക്സാം നടത്തുന്നത്, ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന നോൺ ലൈഫ് ലൈസൻഷിയേറ്റ് എക്സാം നടത്തുന്നുണ്ട്. അത് നമ്മൾ പാസ്സാകണം. അത് പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളുടെ ജോലി ഉറപ്പാകത്തുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു ബോണ്ട് അവർ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ബോണ്ട് സൈൻ ചെയ്യിക്കും. അതിൽ എത്ര നാളാ പറയുന്നത്, മിനിമം പീരീഡ് ഓഫ് 4 ഇയേഴ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 4 വർഷം അവിടെ ജോലി ചെയ്യണം എന്നുള്ള ഒരു ബോണ്ട് അവർ സൈൻ ചെയ്യിക്കും. ഇനി ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയേഴ്സ് ഗ്രോസ് സാലറി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. അതൊരു വലിയ എമൗണ്ട് ആയിരിക്കുമല്ലോ. പക്ഷേ നമ്മൾ 1 ഇയറിലും, അതായത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ വർഷം കഴിഞ്ഞ് ഇപ്പൊ റിസൈൻ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട എമൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടിൽ വ്യത്യാസം വരും. അപ്പൊ ഈ ബോണ്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക.
ഇനിയും ഏറ്റവും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാലറി ആൻഡ് അലവൻസസ് അല്ലെ. നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 50,925 ആണ്. നമ്മുടെ പെർ മന്ത് സാലറി 88,000 അല്ലെ. അത് തന്നെ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്ക് പെർ മന്ത് എത്ര രൂപ കിട്ടും? 88,000. ഇത് കൂടാതെ നമുക്ക് കുറേ അധികം അലവൻസസ് ഒക്കെ ഉണ്ട്, ഗ്രാറ്റുവിറ്റി ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. അതേപോലെ തന്നെ നമുക്ക് കുറേ അധികം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ലീസ് ആൻഡ് അക്കോമഡേഷൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഡിഗ്രി, ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പാസ്സായിരിക്കണം. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ എന്നാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അന്നേരം നമ്മളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ റിസൾട്ട് ഏത് വരെ, എന്നിന് വരെ, അതായത് സെപ്റ്റംബർ 1, 2024 അന്ന് വരെയും നിങ്ങൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ 1-നാണ് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂ ആകുന്ന സമയത്തേക്ക് എന്ത് ചെയ്താൽ മതി? സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതി. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം? സെപ്റ്റംബർ 1-നെങ്കിലും വന്നിരിക്കണം, ഫൈനൽ റിസൾട്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 60% മിനിമം ഉണ്ടായിരിക്കണം. നോക്കിക്കേ, അറ്റ്ലീസ്റ്റ് 60% ഉണ്ടായിരിക്കണം. 60 എന്തായാലും ഉണ്ടാകണം. 60-ന് മുകളിലുള്ള ആർക്കും എന്ത് ചെയ്യാം? അയക്കാം. 60% ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ പറ്റും ഫോർ ജനറൽ കാറ്റഗറി. ഇനി അതേപോലെ തന്നെ SC/ST ആണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര ഉണ്ടായിരിക്കണം? 55% ആയിരിക്കണം പറയുന്നത് അല്ലേ. നമ്മളുടെ ഇപ്പോൾ IBPS PO ആണെങ്കിലും അല്ലെങ്കിൽ IBPS ക്ലർക്ക് ആണെങ്കിലും ഇത്ര പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. സോ ഇത് 60% ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഏജ്, എത്ര വയസ്സ് വരെ നമുക്കിത് അപ്ലൈ ചെയ്യാം? നമുക്ക് 21 വയസ്സിനും മാക്സിമം ഏജ് എത്രയാണ് അവർ പറയാ? 30. അപ്പം നമുക്ക് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് വരെ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഫോർ ജനറൽ കാറ്റഗറി. അതായത് 2 സെപ്റ്റംബർ 1994-നും 1 സെപ്റ്റംബർ 2003 ഈ 2 ഡേറ്റ്സിലും ഇടയിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഫോർ ജനറൽ കാറ്റഗറി. OBC ആണെങ്കിൽ ഒരു 3 വർഷത്തെ റിലാക്സേഷനും, അതേപോലെ തന്നെ SC/ST ആണെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷനും, അതേപോലെ തന്നെ PWD ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാത് കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ എക്സാം പാറ്റേൺ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 3 ഫേസ് ആണുള്ളത്. phase 1 പ്രിലിമിനറി എക്സാം, അതിനുശേഷം phase 2 മെയിൻസ് എക്സാം, ദെൻ phase 3 ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ സെയിം ബാങ്ക് എക്സാമിന്റെ പാറ്റേൺ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് എല്ലാത്തിനും 20 മിനിറ്റ്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 hour ആണ്. നമുക്ക് 3 സബ്ജക്ട്, ഇംഗ്ലീഷ്, റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. 30 question, 35 question and 35 question. റീസണിംഗും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 35 question, ഇംഗ്ലീഷ് ആണെങ്കിൽ 30 questions. എല്ലാത്തിനും സെക്ഷണൽ ടൈമിംഗ് 20 മിനിറ്റ്, 1 hour എക്സാം. ഓക്കെ, ഇനി മെയിൻസ് എക്സാം ഉണ്ട്. മെയിൻസിൽ നമ്മൾ പ്രിലിംസ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? മെയിൻസ് എക്സാം ഉണ്ടാകും. അതിനുശേഷം എന്തുണ്ട്? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്, എന്താണ് പാറ്റേൺ എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് റീസണിംഗ് ആണെങ്കിൽ 50 questions, എത്ര സെക്ഷണൽ ടൈമിംഗ് പറയുന്നുണ്ട്? 40. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, അത് തന്നെ 50 questions, നമുക്ക് കിട്ടുന്ന ടൈം 40 മിനിറ്റ് ആണ്. ജനറൽ അവയർനെസ്സിനും 50 questions-ഉം നമുക്ക് കിട്ടുന്ന ടൈം 30 മിനിറ്റേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും 50 questions, കിട്ടുന്ന ടൈം എത്രയാണ്? 40 മിനിറ്റ്സ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 200-ലാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിന് ശേഷം എന്തുണ്ടാകും? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 30-ലാണ്. അതായത് 30 മിനിറ്റ്സും ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. നമുക്ക് ഒരു ലെറ്റർ റൈറ്റിംഗും ഉണ്ടായിരിക്കും, ഒരു എസ്സേ റൈറ്റിംഗും ഉണ്ടായിരിക്കും. ലെറ്റർ റൈറ്റിംഗിനാണെങ്കിൽ 10 മാർക്സും എസ്സേ റൈറ്റിംഗിനാണെങ്കിൽ 20 മാർക്സും. അങ്ങനെ ടോട്ടൽ 30 മാർക്സ്, ടോട്ടൽ 30 മിനിറ്റ്സ് ടൈം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഉണ്ടല്ലോ. ബാങ്ക് എക്സാം പോലെ തന്നെ നമുക്ക് എന്തുണ്ട്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യന് നമുക്ക് നെഗറ്റീവ് മാർക്ക് വരത്തില്ല. നമ്മൾ എഴുതി തെറ്റിയാൽ 1/4 തന്നെയാണ്, 0.25 തന്നെയാണ് ഇവിടെയും എന്ത്? നെഗറ്റീവ് മാർക്കിംഗ്. ഇനിയും അടുത്തത് എന്താ? ഇന്റർവ്യൂ. നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് കഴിഞ്ഞ് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്തിലേക്ക് വിളിക്കും? ഇന്റർവ്യൂയിലേക്ക് വിളിക്കും. അപ്പോൾ ഇന്റർവ്യൂവിന്റെ ഒരു ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് 75:25 ആണ്. എന്തിനാണ്? ഓൺലൈൻ എക്സാമിനേഷനും ഇന്റർവ്യൂ. ടോട്ടലിലേക്ക് വരുമ്പോൾ ഓൺലൈൻ എക്സാമിനേഷനും ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് 75:25 ആണ്. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് വരുന്നത് എന്തിന് തന്നെയാണ്? മെയിൻസ് എക്സാമിന് തന്നെയാണ്.
ഫൈനൽ സെലക്ഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മളുടെ മെയിൻസിന്റെ മാർക്കും അതേപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ഇതിന്റെ രണ്ടിന്റെ കൂടെ മാർക്സ് എടുത്തിട്ടായിരിക്കും നമ്മളുടെ എന്ത് വരിക? ഫൈനൽ റൗണ്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീ നോക്കാം. ആപ്ലിക്കേഷൻ ഫീ അതായത് SC ST PWD കാറ്റഗറിക്ക് ആണെങ്കിൽ 100 രൂപയേ ഉള്ളൂ. അതൊഴികെയുള്ള എല്ലാ കാറ്റഗറിക്കും എത്രയാണ് ഫീസ് വരിക? 850 ആണ് ഫീസ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ NIACLന്റെ അസ് എ ഹോൾ നമുക്കൊന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ? പഠിക്കണ്ടേ നന്നായിട്ട്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു എക്സാം സീസണാണ് അല്ലെ. നമ്മൾ RRB POയിൽ തുടങ്ങി, RRB ക്ലർക്കായി, അതിനുശേഷം IBPS ക്ലർക്ക് കഴിഞ്ഞു. ഇപ്പൊ IBPS POയുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ RRB POയുടെ മെയിൻസ് നമുക്ക് സെപ്റ്റംബർ 29 വരാനുണ്ട്. അതിനുശേഷം RRB ക്ലർക്കിന്റെ മെയിൻസ്, അതിനുശേഷം IBPS ക്ലർക്കിന്റെ മെയിൻസ് അല്ലെ. എക്സാമിന്റെ ഒരു നീണ്ട നിര തന്നെയാണ്. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുറെ എക്സാംസ് ഉണ്ട് അല്ലെ. SBI PO, SBI ക്ലർക്ക്, RB അസിസ്റ്റന്റ് ഇതെല്ലാം ഈ വർഷം വിളിക്കും. SBI PO തന്നെ ബൾക്ക് വേക്കൻസി ആയിട്ടായിരിക്കും നമുക്ക് എന്തായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. അപ്പം നമ്മുടെ കാര്യം നമ്മൾ നന്നായിട്ട് പഠിക്കുക അല്ലെ. സോ നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്തോളുക. പ്രിലിംസും മെയിൻസും ഒരേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് നമ്മളുടെ IBPS SBI ഓഫീസേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ പ്രിലിംസ് ഒരു 60% നമ്മളുടെ ടോപ്പിക്സ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മീൻസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. IBPS SBI ഓഫീസേഴ്സ് ബാച്ചിൽ എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇനി നിങ്ങൾക്ക് റീസണിംഗ് മാത്രമായിട്ട് പഠിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ക്വാണ്ട് അറിയാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, റീസണിംഗ് ആണ് ബുദ്ധിമുട്ട്, അങ്ങനെ റീസണിംഗ് മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിലും എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്, ബാങ്കേഴ്സ് റീസണിംഗ് ബാച്ച്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? സൈലം ലേണിംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ജോയിൻ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും പഠിക്കുക, അത് മാത്രം നന്നായിട്ട് പഠിച്ചോളുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.